Body packer syndrome. The practice of swallowing balloons, condoms, or plastic packet filled with a illegal drug. ഈ ബോഡി പാക്കർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബലൂണിലോ അല്ലെങ്കിൽ കോണ്ടത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാക്കറ്റിലോ അതിൻ്റെ അകത്ത് ഈ ഇല്ലീഗൽ ഡ്രഗ്സ് അങ്ങോട്ട് നിറയ്ക്കും. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പർപ്പസ് ഓഫ് സ്മഗ്ലിംഗ്. അതിനെയാണ് ബോഡി പാക്കിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻഡിവിജ്വൽ ഹൂ ഡസ് ദിസ് റെഫർ ടു ആസ് എ മൂൾ. ഈ ഇവന്മാരെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മൂളെന്നാണ്. ഊളകൾ എന്നൊക്കെ പറയുന്ന പോലെ മൂള്. പക്ഷേ ഇത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എവിടെ നിന്ന്? ബോഡി സ്റ്റഫിങ് അതെന്ന് പറഞ്ഞാൽ, ബോഡി സ്റ്റഫിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ഹൂ ഈസ് ഓൺ ദ വെർജ് ഓഫ് ബീങ് അറസ്റ്റഡ് ഫോർ പൊസഷൻ ഓഫ് ഇല്ലീഗൽ ഡ്രഗ്സ്. ഇപ്പം പിടിക്കപ്പെടാൻ പോവാ. ഹൂ ഈസ് ഓൺ ദ വെർജ് ഓഫ് ബീങ് അറസ്റ്റഡ് ഫോർ പൊസഷൻ ഓഫ് ഇല്ലീഗൽ ഡ്രഗ് വെച്ച് പിടിക്കാൻ സാധ്യതയുള്ള സമയത്ത് ഹീ സ്വാലോ ഹിസ് ഇല്ലിസിറ്റ് കോൺട്രാബാൻഡ് ടു കൺസീൽ ദ എവിഡൻസ്. ഈ എവിഡൻസ് നശിപ്പിക്കാൻ വേണ്ടി പുള്ളി അങ്ങ് എടുത്ത് വിഴുങ്ങുന്നതിനെയാണ് പറയുന്നത് ബോഡി സ്റ്റഫിങ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലീക്കിംഗ്, ചില സമയങ്ങളിൽ ലീക്കിംഗ് ഫ്രം ദിസ് പുവർലി റാപ്പിഡ് പാക്കറ്റ് ക്യാൻ പ്രൊഡ്യൂസ് കൊക്കൈൻ ടോക്സിസിറ്റി. ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സാധനത്തിൽ നിന്ന് ലീക്ക് ഉണ്ടായി തന്നാൽ കൊക്കൈൻ ടോക്സിസിറ്റി ഉണ്ടാവാം, സഡൻ ഡെത്ത് ഉണ്ടാവാം. എങ്ങനെ? മാസീവ് ഡോസ് ഡ്യൂ ടു മാസീവ് ഓവർ ഡോസ് ക്യാൻ ഒക്കെയർ ഇൻ എയ്തർ എ ബോഡി പാക്കർ ഓർ എ ബോഡി സ്റ്റഫർ. ഇതിപ്പം വൺ ഓർ മോർ ഓഫ് ദ ഇൻജസ്റ്റഡ് പാക്കേജ്. ഇത് ഒന്നോ അതിൽ കൂടുതലോ ഇൻജസ്റ്റഡ് പാക്കേജുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ GAT ട്രാക്റ്റിൽ അങ്ങനെ എല്ലാം സംഭവിക്കുന്ന സാധനമാണ്. ഫേറ്റൽ കൊക്കെയിൻ പോയിസണിങ് ഹാസ് ഒക്കേർഡ് വിത്ത് ദ റപ്ചർ ഓഫ് ജസ്റ്റ് എ സിംഗിൾ പാക്കേജ്. ചെറിയ ഒരു പാക്കേജ് ഒന്ന് അങ്ങ് പൊട്ടി അങ്ങോട്ട് പോകും വയറ്റിൻ്റെ അകത്ത്. എങ്ങനെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം? എമസിസ്, ഛർദ്ദിക്കുക. ലാവാജ്, നമ്മുടെ ഗ്യാസ്ട്രിക് ലവാജ്. ചാർക്കോളസ് ആപ്ലിക്കബിൾ. കത്തറട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് വയറങ്ങോട്ട് ഹോൾ ബൗൾ ഇറിഗേഷൻ ടു ഫ്ലഷ് ദ പാക്കേജ് ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. പിന്നെ സിംറ്റമാറ്റിക് പേഷ്യൻസിനെ നമുക്ക് ഷുഡ് ബി കൺസിഡർ എ മെഡിക്കൽ എമർജൻസി. അവരെ ഇവാലുവേറ്റ് ചെയ്യണം. സർജിക്കൽ റിമൂവൽ ഓഫ് ദ പാക്കറ്റ്. സിംറ്റമാറ്റിക് പേഷ്യൻറ്റിനെ ഉറപ്പായിട്ട് നമ്മൾ, സിംറ്റംസ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസിനെ നമ്മൾ മോണിറ്റർ ചെയ്യണം. പക്ഷേ സിംറ്റമാറ്റിക് പേഷ്യൻസിനെ നമ്മൾ മെഡിക്കൽ എമർജൻസി ആയിട്ട് കരുതി അവരുടെ ഇവാലുവേറ്റ് ചെയ്ത് ഇത് സർജിക്കൽ റിമൂവൽ ചെയ്യണം. ദിസ് മസ്റ്റ് ബി കൺഫേർഡ് ബൈ ഫോളോ അപ്പ് പ്ലെയിൻ റേഡിയോഗ്രഫി. തീർച്ചയായിട്ടും ഒരു ഫോളോ അപ്പിന് ശേഷം മാത്രം. എങ്ങനെ? നമുക്ക് റേഡിയോളജിക്കൽ ടെക്നിക്ക്, റേഡിയോഗ്രാഫി, ബേരിയം സ്വാലോ, ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട്. അതുപോലെ ബവൽ ഒബ്സ്ട്രക്ഷൻ ഇൻ എസിംറ്റമാറ്റിക് പേഷ്യൻ്റ് മേ നെസസിറ്റേറ്റ് സർജറി. Endoscopic removal has been successfully in some cases also. Thank you.